സ്വപ്നങ്ങൾ തേടിപ്പോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം ഇന്ന് വീണ്ടും ഒരു വലിയ ചോദ്യചിഹ്നമായി മാറി നിൽക്കുകയാണ്. പതിറ്റാണ്ടുകളായി അമേരിക്കയിൽ ജീവിക്കുകയും ജോലി ചെയ്യുകയും നികുതി അടയ്ക്കുകയും ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ അമേരിക്കയിലെത്തിയ ഡ്രീമേഴ്സും ദുരന്തബാധിത രാജ്യങ്ങളിൽ നിന്ന് അഭയം പ്രാപിച്ച TPS ഉടമകളും നാടുകടത്തൽ ഭീഷണി നേരിടുകയാണ്. എന്നാൽ ഈ വലിയ പ്രതിസന്ധിക്കിടയിൽ അവരുടെ ഉള്ളിൽ പ്രതീക്ഷയുടെ ഒരു ചെറിയ വെളിച്ചം വീണ്ടും തെളിയുകയാണെന്ന് തന്നെ പറയാം. US കോൺഗ്രസിന് മുന്നിലെത്തിയിരിക്കുന്ന ചരിത്രപരമായ ഡ്രീം ആൻഡ് പ്രോമിസ് ആക്ട് എന്ന ബില്ലാണ് US പുതിയതായി എത്തിയിരിക്കുന്നത്. എന്താണ് ഈ ബില്ല്? ഇത് പാസ്സായാൽ ആരൊക്കെയാണ് ബാധിക്കുക? അമേരിക്കൻ സാമ്പത്തിക രംഗത്ത് ഇത് ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. എന്തുകൊണ്ട് ഈ വിഷയം ഇപ്പോൾ ചർച്ചയാകുന്നു എന്ന് ആദ്യമേ ഒന്ന് നോക്കാം. അടുത്തിടെ US സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു നിർണായക വിധിയിലൂടെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായത് എന്ന് പറയാം. സിറിയ, ഹെയ്തി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് നൽകിയിരുന്ന താൽക്കാലിക സംരക്ഷണ പദവി റദ്ദാക്കാൻ ട്രംപ് ഭരണകൂടത്തിന് കോടതി അനുമതി നൽകി. 3,50,000-ഓളം വരുന്ന ഹേദിയൻ പൗരന്മാർ ഉൾപ്പെടെ ദക്ഷിണ സുഡാൻ, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരാണ് ഇതോടെ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടാനും കുടുംബങ്ങളിൽ നിന്ന് വേർപെട്ടു പോകാനും നാട് കടത്തപ്പെടാനും സാധ്യതയുള്ളവരായി മാറിയിരിക്കുന്നത്. ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധം എന്ന നിലയിലാണ് US ജനപ്രതിനിധി സഭയിലെ അംഗങ്ങൾ ഡിസ്ചാർജ് പെറ്റീഷൻ വഴി ഡ്രീം ആൻഡ് പ്രോമിസ് ആക്ട് വോട്ടെടുപ്പിന് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഈ കേസിലെ പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ആദ്യം തന്നെ നമുക്ക് ഡ്രീമേഴ്സ് ആരാണെന്ന് നോക്കാം. 2012 കൊണ്ടുവന്ന ഡിഫേർഡ് ആക്ഷൻ ഫോർ ചൈൽഡ്ഹുഡ് അറൈവൽസ്, അതായത് DACA എന്ന പദ്ധതി പ്രകാരം കുട്ടിക്കാലത്ത് മാതാപിതാക്കളോടൊപ്പം നിയമവിരുദ്ധമായി അല്ലെങ്കിൽ രേഖകളില്ലാതെ അമേരിക്കയിലെത്തിയ ചെറുപ്പക്കാർക്ക് നാടുകടത്തലിൽ നിന്ന് സംരക്ഷണവും വർക്ക് പെർമിറ്റും നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ നയം റദ്ദാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും നൂറുകണക്കിന് DACA ഉടമകൾ തടങ്കലിലാകുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി അടുത്തത് TPS അഥവാ ടെമ്പററി പ്രൊട്ടക്റ്റഡ് സ്റ്റേറ്റസ് എന്താണെന്ന് നോക്കാം. 1990-ൽ US കോൺഗ്രസ് രൂപീകരിച്ച ഒരു സംവിധാനമാണിത്. സ്വന്തം രാജ്യത്ത് യുദ്ധമോ ഭൂകമ്പമോ മറ്റു വൻ ദുരന്തങ്ങളോ കാരണം ജീവിക്കാൻ സാധിക്കാത്ത ഘട്ടത്തിൽ അമേരിക്കയിലെത്തിയ പൗരന്മാർക്ക് താൽക്കാലിക അഭയവും ജോലി ചെയ്യാനുള്ള അനുമതിയും നൽകുന്ന സംവിധാനമാണിത്. എന്നാൽ പതിറ്റാണ്ടുകളായി അമേരിക്കയിൽ തുടരുന്ന ഈ ആനുകൂല്യമാണ് ഇപ്പോൾ കേന്ദ്ര ഭരണകൂടം നിർത്തലാക്കാൻ ശ്രമിക്കുന്നത്. ഡ്രീം ആൻഡ് പ്രോമിസ് ആക്ട് എന്താണ് ഇവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് എന്ന് നോക്കാം. ഡ്രീം ആൻഡ് പ്രോമിസ് ആക്ട് പാസ്സായാൽ 2 വ്യത്യസ്ത വഴികളിലൂടെ കുടിയേറ്റക്കാർക്ക് US സ്ഥിരതാമസത്തിനുള്ള അവസരം ലഭിക്കും. ആദ്യം നമുക്ക് ഡ്രീമേഴ്സിനുള്ള വഴി ഒന്ന് നോക്കാം. 18 വയസ്സിന് താഴെയുള്ളപ്പോൾ അമേരിക്കയിൽ എത്തിയവരും 2021 ജനുവരി 21 മുൻപ് US താമസമാക്കിയവരും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായ കുടിയേറ്റക്കാർക്ക് ആദ്യഘട്ടത്തിൽ 10 വർഷത്തെ കണ്ടീഷണൽ പെർമനന്റ് സ്റ്റേറ്റസ് ലഭിക്കും. തുടർന്ന് 2 വർഷത്തെ കോളേജ് വിദ്യാഭ്യാസമോ മിലിറ്ററി സർവീസോ അല്ലെങ്കിൽ 3 വർഷത്തെ തൊഴിൽ പരിചയമോ പൂർത്തിയാക്കിയാൽ അവർക്ക് പൂർണ്ണമായ നിയമപരമായ സ്ഥിരതാമസം കരസ്ഥമാക്കാം. ഇനി അടുത്തത് TPS DED ഉടമകളുടെ വഴിയാണ്. കുറഞ്ഞത് 3 വർഷമായി അമേരിക്കയിൽ തുടർച്ചയായി താമസിക്കുന്നവരും കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകാത്തവരുമായ TPS ഉടമകൾക്ക് ബില്ല് നിലവിൽ വന്ന 3 വർഷത്തിനുള്ളിൽ നേരിട്ട് ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാം. ഈ കുടിയേറ്റക്കാരെ നാടുകടത്തിയാൽ അത് അവരെ മാത്രമല്ല അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയും തകിടം മറിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിനവർ തെളിവുകളും കാണിക്കുന്നുണ്ട്. 2023-ൽ മാത്രം TPS ഉടമകൾ $5.2 ബില്യൺ നികുതി ഇനത്തിൽ അടയ്ക്കുകയും $16.9 ബില്യൺ വിപണിയിൽ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ DACA യോഗ്യതയുള്ള കുടിയേറ്റക്കാർ $11.5 ബില്യൺ നികുതി നൽകിയപ്പോൾ അവരുടെ ഉപഭോഗശേഷി $35 ബില്യൺ ആയിരുന്നു. ഉദാഹരണത്തിന് ഫ്ലോറിഡയിൽ മാത്രം 1,50,000 ഹേദിയൻ TPS ഉടമകളുണ്ട്. അവർ സംസ്ഥാന സാമ്പത്തിക രംഗത്തേക്ക് $2.6 ബില്യൺ ആണ് സംഭാവന ചെയ്യുന്നത്. ആരോഗ്യ മേഖല, കൃഷി, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ തൊഴിൽ ശക്തിയുടെ വലിയൊരു ഭാഗം ഇവരാണ്. ഇവർ പെട്ടെന്ന് ഇല്ലാതെയായാൽ അമേരിക്കയിലെ പ്രാദേശിക വ്യവസായങ്ങളും കെയർ ടേക്കിംഗ് മേഖലകളും പൂർണ്ണമായും തകരും. നിയമം പാസ്സാകാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട് എന്നുകൂടെ നമുക്ക് നോക്കാം. ഭൂരിപക്ഷമുള്ള പാർട്ടി വിചാരിച്ചാൽ മാത്രമേ സാധാരണയായി ഒരു ബില്ല് വോട്ടെടുപ്പിന് വരാറുള്ളൂ. എന്നാൽ ഡിസ്ചാർജ് പെറ്റീഷൻ എന്ന പ്രത്യേക നിയമവഴിയിലൂടെ
218 ജനപ്രതിനിധികളുടെ ഒപ്പ് ശേഖരിക്കാൻ കഴിഞ്ഞാൽ സഭാ നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ തന്നെ ഈ ബില്ല് വോട്ടെടുപ്പിന് വെക്കാൻ സാധിക്കും. നിലവിൽ 210-ലധികം അംഗങ്ങൾ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇരു പാർട്ടികളിൽ നിന്നുള്ള ഏതാനും അംഗങ്ങളുടെ പിന്തുണ കൂടി ലഭിച്ചാൽ ഈ ചരിത്രപരമായ ബില്ല് സഭയിൽ വോട്ടെടുപ്പിന് എത്തിക്കുകയും പാസ്സാകുകയും ചെയ്യും. ഡ്രീം ആൻഡ് പ്രോമിസ് ആക്ട് എന്നത് കേവലം ഒരു കുടിയേറ്റ ബില്ല് മാത്രമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി അമേരിക്കയെ സ്വന്തം നാടായി കണ്ട് അധ്വാനിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മാനുഷിക അവകാശ പ്രശ്നമാണ്. സാമ്പത്തിക ഭദ്രതയ്ക്കും കുടുംബങ്ങൾ വേർപിരിയാതിരിക്കാനും ഈ ബില്ല് പാസ്സാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അമേരിക്കൻ ജനതയിൽ ഭൂരിഭാഗവും കുടിയേറ്റക്കാർക്ക് നിയമപരമായ പദവി നൽകുന്നതിനെ അനുകൂലിക്കുന്നവരാണെന്നാണ് വിവിധ സർവേകൾ വ്യക്തമാക്കുന്നത്. ജനപ്രതിനിധി സഭ ഈ ബില്ല് പാസാക്കിയാൽ അത് US ഇമിഗ്രേഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറും. കൂടുതൽ ഇമിഗ്രേഷൻ വാർത്തകൾക്കായി ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.